എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് റോസാ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാടൻ റോസിനും അതുപോലെ ബഡ് റോസുകൾക്കും, അത് ഏത് ഇനത്തിൽപ്പെട്ടതാണേലും, ഈ പടർന്നു പോകുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ടതാണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു വളത്തിൻ്റെ ആ ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മുടെ ആ ഒരു ഉണങ്ങി നിൽക്കുന്ന ആ ഒരു റോസാ ചെടി പോലും നല്ല തളിർത്ത് നല്ല ഒരു പച്ചപ്പോട് കൂടി വളരുകയും അതിലൊക്കെ ഒത്തിരി പൂക്കളും മുട്ടുകളും ഒക്കെ പിടിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക. ഇപ്പം ഈ ഒരു റോസാ ചെടി കണ്ടില്ലേ, ഇതൊരു ബഡ് റോസിൻ്റെ ചെടിയാണ്. ഇതിനകത്ത് ഒത്തിരി പൂക്കളൊക്കെ പിടിച്ചിരുന്ന ഒരു റോസാ ചെടിയായിരുന്നു. ഇപ്പോൾ ഒരു 3-4 കൊല്ലത്തിന് മേലെ ഇത് പഴക്കമുള്ളതാണ്. ഇതിൻ്റെ ചുവട് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ടത് ഒത്തിരി വർഷങ്ങളായിട്ട് നിന്നിട്ടുള്ള ഒരു റോസാ ചെടിയാണ്. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ പല വീഡിയോസിലും ഈ ഒരു ബഡ് റോസ് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രാഞ്ചുകളെല്ലാം ഉണങ്ങി അതിൻ്റെ ആ ഒരു ഇലകളുടെ ആ ഒരു കരുത്തൊക്കെ നഷ്ടപ്പെട്ട്, കണ്ടോ, പൂക്കളൊക്കെ ഒരു കുഞ്ഞ് ആ ഒരു പരുവത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ ഓരോ ബ്രാഞ്ചും ഒക്കെ ഉണങ്ങി അതിൻ്റെ ചുവട് തന്നെ ഒന്ന് കരിഞ്ഞ് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജൈവ സ്ലറി നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ആ ഒരു പുല്ലൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വളമൊഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഒരു റോസിൻ്റെ ആ ഒരു ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അത് ഏത് വളമാണെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നേരത്തെ വന്ന് ഉണങ്ങിപ്പോയ പൂവൊക്കെ വന്ന ആ ഒരു കമ്പുകളുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ ഒത്തിരി കമ്പുകൾ ഉണങ്ങി നിൽപ്പുണ്ട്. അതൊന്നും വളർച്ചയില്ലാതെ അതിനകത്ത് യാതൊരു പൂക്കളോ മുട്ടുകളോ ഇലകളോ ഒന്നും വരാതെ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ ഒരു കമ്പ് പോലും നമുക്ക് നിർത്തണ്ട, എല്ലാം ഒന്ന് കട്ട് ചെയ്യണം. ഇനി ഈ ഒരു ചെടി രക്ഷപ്പെട്ടു വരുമോ എന്ന് നമുക്കറിയില്ല, എങ്കിലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചട്ടി നിങ്ങൾ കണ്ടല്ലോ, ആ ചട്ടി തന്നെ നമുക്ക് പൊട്ടിയിരിക്കുവാണ്. കാരണം ഇന്ന് വരെ നമ്മൾ ആ ഒരു ചട്ടിയിൽ നിന്ന് പറിച്ച് മാറ്റി വെച്ചിട്ടില്ല. നമ്മൾ ആ നട്ട ആ സമയം മുതൽ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കമ്പുകളെല്ലാം നമ്മൾ വെട്ടിക്കൊടുത്തു, കണ്ടോ, അതിൻ്റെ ഉണങ്ങിയ എല്ലാ ബ്രാഞ്ചും നമ്മൾ വെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജൈവ സ്ലറി നേർപ്പിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചത് നമുക്കിതിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുവട് എപ്പോഴും ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ അന്ന് ആ ഒരു വളം ചെയ്തു കൊടുത്ത ആ ഒരു ബഡ് റോസിൻ്റെ തൈയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അന്ന് ഉണങ്ങി അതിൻ്റെ ആ ഒരു ആരോഗ്യമൊക്കെ പോയി പച്ചപ്പെല്ലാം പോയ ആ ഒരു റോസിൽ നമ്മൾ ആ വളവും അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടിക്കൊടുത്തപ്പോൾ അതിന് വന്ന ആ ഒരു മാറ്റം നിങ്ങൾ നോക്കിക്കേ, എത്ര അതിശയകരമായ ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു ജൈവ സ്ലറിയുടെ എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ആ ഉണങ്ങിയ കമ്പുകളെല്ലാം നല്ല പച്ചപ്പോടുകൂടി ആരോഗ്യത്തോടുകൂടി വളരുകയും അതിലൊക്കെ ഇതേ കണ്ടോ, നിറയെ പുറ്റുകണക്കിനാണ് മുട്ടുകളും പൂക്കളും കുലകുത്തിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ ഒരു ലായനി എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഉണങ്ങിയ ആ ഒരു റോസാ ചെടിയെ നല്ല രീതിയിൽ തളിർത്ത് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുത്തത്, എന്ത് വളം കൊടുത്തപ്പോഴാണ് ആ ഒരു ചെടി ആ രീതിയിൽ പച്ചപ്പോട് കൂടി നിൽക്കുകയും അതിലൊക്കെ ഒത്തിരി മുട്ടുകളും പൂക്കളും ഒക്കെ പിടിക്കാൻ തുടങ്ങിയതെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ജൈവ സ്ലറി തന്നെയാണ്. എന്നാൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോഴാണ് ഈ ജൈവ സ്ലറി നമ്മുടെ റോസാ ചെടികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് മാറുന്നത്. അത് വേറൊന്നുമല്ല, ഞാൻ എന്താണെന്ന് ഓരോന്നും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിത് ഈ ഒരു പാത്രം എന്ന് പറയുന്നത് ഒരു 100 ഗ്രാമിന്റെ അളവിന് എടുത്താൽ മതി. സാധാരണ നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 കിലോ 1/2 കിലോ ഒക്കെ കണക്കിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് റോസാ ചെടികൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. നമുക്കൊരു 100 ഗ്രാം കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്. അതേ അളവിൽ തന്നെ ഞാൻ എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ എല്ലുപൊടി എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂവിടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. ഈ 4 വളങ്ങൾക്ക് പുറമെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സീക്രട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്, വേറെ ഒന്നുമല്ല, ശർക്കര. നല്ല കറുത്ത ശർക്കര എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വളത്തിന് ഒത്തിരി സൂക്ഷ്മ മൂലകങ്ങൾ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വളം തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രൂക്ഷഗന്ധമുണ്ട്, 2-3 ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു മണം ഇല്ലാതെയാക്കുന്നതിനും നമ്മുടെ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു വളങ്ങളെല്ലാം നമ്മുടെ ആ ഒരു പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു സ്ലറി തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ നമുക്ക് അല്പം നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു സ്ലറി തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഈ ഒരു കടലപ്പിണ്ണാക്ക്, അപ്പം നമ്മുടെ വീട്ടിൽ കൂടുതൽ ചെടി ഉണ്ടെങ്കിൽ ഒരു 100 എന്ന് പറയുന്നത് 200 ഗ്രാം നമുക്ക് ആക്കാം. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു 100 ഗ്രാമിൻ്റെ അളവ് തന്നെ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു കടലപ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഉണങ്ങിയ ചാണകപ്പൊടിക്ക് പകരം പച്ച ചാണകം കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. അപ്പം നമ്മൾ എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കറുത്ത ശർക്കരയുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പൊടിക്കൊന്നും വേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 1 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മതി. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ഒരു വെള്ളം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇപ്പം നമ്മൾ ഇളക്കിയാൽ അതെല്ലാം കൂടെ ഒന്നും മിക്സ് ആകത്തില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മിക്സായി കിട്ടുകയുള്ളൂ. അപ്പം നമ്മളിത് നന്നായിട്ട് കലക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 3 ദിവസത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 3-ാമത്തെ ദിവസം ആകുമ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ദിവസവും നമുക്കിതൊന്ന് തുറന്ന് ഏതെങ്കിലും ഒരു നേരം നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ എയർ നിറഞ്ഞു നിൽക്കാതെ അത് പെട്ടെന്ന് തന്നെ അത് പുളിച്ച് റെഡിയാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു നേരം ഒന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതുപോലെ തന്നെ അടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് 3-ാമത്തെ ദിവസം ആകുമ്പോൾ ഇത് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ റോസാ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ആ തയ്യാറാക്കി വെച്ച ആ ഒരു ജൈവ സ്ലറി നന്നായിട്ട് പൊളിച്ച് റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് നേർപ്പിച്ച് ചെടികൾക്ക് ഉപയോഗിക്കാം. നമ്മളതൊന്ന് തുറന്ന് ഒന്നുകൂടെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്കൊന്ന് ഒഴിക്കുക. ഇനി നമുക്ക് ഈ ഒരു പാത്രം നമ്മൾ അങ്ങോട്ട് ഒഴിച്ചല്ലോ, അപ്പോൾ ആ ഒരു പാത്രം നിറയത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളതിന് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതൊന്നുകൂടെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു തെളിവെള്ളം എടുത്ത് വേണം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ലായനി നമുക്ക് റെഡിയായിരിക്കുവാണ്. ഇനി നമുക്ക് ആ ചെടികൾക്ക് ഓരോ ഗ്ലാസ് വീതം വെച്ച് ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ചളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 2-3 തവണ നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഒരുപാട് അളവ് കൂടാതിരുന്നാൽ മതി. നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലായനി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നേർപ്പിച്ചെടുത്താലും അതിന് ലായനിക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് കുറവാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അല്പം കൂടെ വെള്ളം കൂടെ ചേർത്ത് വേണം നേർപ്പിക്കാനായിട്ട്. ഒരുപാട് കട്ടിയോടുകൂടി നമ്മുടെ ചെടികൾ ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇപ്പൊ പകലൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ലഭിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്കിതുപോലെ നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 1-1.5 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ള റോസാ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ചെടിയിലൊക്കെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ടോ, പല തരത്തിലുള്ള. ഇപ്പം ഇത് വെള്ളയൊന്നും അല്ല, ഇതിനകത്ത് ചെറിയൊരു ലൈറ്റ് പിങ്ക് കൂടെ ചേർന്നിട്ടുള്ള പൂക്കളാണ്. ഇത് കണ്ടോ എന്തോരം പൂക്കളാണ് ആ ഒരു കുരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതെന്ന്. നമ്മുടെ ഈ ബഡ് റോസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി പൂക്കളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലായനി തയ്യാറാക്കി നിങ്ങളുടെ ചെടി ഇതുപോലുള്ള റോസാ ചെടികളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നമുക്ക് കുല കുത്തി പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ആ ഒരു നമ്മുടെ റോസാപ്പൂവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ചളവിൽ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി. നമുക്കതൊരു 2-3 ആഴ്ച വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോസാ ചെടിയിലൊക്കെ നല്ല ഒരു മാറ്റം ഉണ്ടാകുകയും ഒത്തിരി പൂക്കൾ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുല കുത്തി പിടിക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.